മണി മണിയേ ഓ ഇനി കാപ്പി ആയില്ലേ? എടുക്ക്. പിള്ളേരെ മാമ എല്ലാരും വാ കഴിക്കാൻ. ഭക്ഷണമൊക്കെ നേരത്തെ ആയി, 8:30 ആയില്ലല്ലോ എന്ന് കരുതിയിട്ട് വിളിക്കാതിരിക്കായിരുന്നു. എന്റെ മണിക്കുട്ടി ഒരു 4 ദിവസം ഉറക്കം ഒഴിഞ്ഞിരുന്ന് പണിയാനുള്ള വർക്കുണ്ടത്. എനിക്കറിയില്ല. ആക്കെ പെട്ടെന്ന് തീർക്ക്. എന്താ അമ്മ കഴിക്കാൻ? ചപ്പാത്തി. ഞാനാണെങ്കിലേ ലീവ് എടുത്തു ഒരാഴ്ച, അതും മെഡിക്കൽ ലീവ്. എന്നിട്ടും വീട്ടിൽ ഇരുന്ന് പണിയേണ്ട അവസ്ഥ വന്നു. ഉമ്മാർക്കൊക്കെ ഒളിച്ച് നടന്നാൽ മതിയല്ലോ. ഇതാണ് പറഞ്ഞത് മടിയും മല ചുമക്ക്. ഇതൊന്ന് ചിരിക്കാൻ തമാശ പറഞ്ഞ ഇവിടെ ആരെങ്കിലും? അതെ, മടിയുള്ളതൊന്നും അല്ല, ഞാൻ വേറെ ആൾക്കാരെ വർക്കാ ചെയ്യുന്നത് വീട്ടിൽ ഇരുന്നിട്ട് പോലും. എന്തോന്ന് മണി ഇത്? നീ ചപ്പാത്തി ഉണ്ടാക്കി ഫ്രിഡ്ജിന്റെ അകത്തുണ്ട്, അതാ തണുത്ത് മരം പോലെ ഇരിക്കുന്നു. അയ്യോ, ഇതെന്താ അറിയോ, ആദ്യം ചുട്ടിട്ടേ പുറത്ത് തുറന്നു വെച്ചേക്കായിരുന്നു. ഇത് കഴി ഇത് നല്ല സോഫ്റ്റ് ചപ്പാത്തി. ശകലം കറി എടുത്തുകൊണ്ട് മതി മതി മതി. മണി, ഈ കറിക്ക് ഉപ്പില്ലല്ലോ മണി. ഉപ്പില്ല. ഞാൻ ഉപ്പിട്ടാണല്ലോ. നീ ഇട്ട് ഒന്നേ ഒരു പാക്കറ്റ് മൊത്തം ഇടും, അല്ലെങ്കിൽ ഇടൂല. ഓ, ഇതിനെന്താ കുഴപ്പം? പാകത്തിനുണ്ട്. അച്ഛൻ നാവിനല്ല പ്രശ്നമുണ്ടോ? എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഉപ്പുണ്ടടാ. അല്ലെങ്കിൽ എങ്ങനെ ഈ അടുത്ത കാലത്തായിട്ട് മണി നിനക്ക് പാചകത്തിൽ ഒരു ശ്രദ്ധയില്ല. നീ ഡ്യൂട്ടി തീർക്കാൻ വേണ്ടി ചെയ്യല്ലേ മണി? ചെയ്യുന്ന പണിയിൽ കുറച്ച് ആത്മാർത്ഥ കാണില്ല. ഉപ്പ് കുറഞ്ഞു എന്നുള്ള പ്രശ്നമല്ലേ ഉള്ളൂ, അത് ഇത്രയും പറയണ എന്തിന്? ഇത്ര പ്രശ്നമുള്ള അമ്മ ആവശ്യത്തിന് ഉപ്പുണ്ട്, ഒരു കുറവുമില്ല കൂടുതലും ഇല്ല. ചുമ്മാ അച്ഛൻ ഓരോന്ന് വിളിച്ച് പറയണത്. അച്ഛൻ ചുമ്മാ പറയണ? പിന്നല്ലാതെ. നീ അങ്ങനെ ചുമ്മാ അച്ഛൻ പറയില്ല. എനിക്ക് വേണ്ട എന്റെ ഉണക്ക ചപ്പാത്തി. അച്ഛാ ചുമ്മാ ഭക്ഷണത്തിന് മുമ്പ് നേടിച്ച് പോലെ അച്ഛാ. കൊച്ചേ മിണ്ടായിരുന്നോണ, ഇല്ലെങ്കിൽ അതെല്ലാം കൂടെ എടുത്ത് നിന്റെ തലയിൽ കൂടെ ഒഴിച്ചു തരും. ഇത്ര കിടന്ന് ദേഷ്യം കാണിക്കും. അതെന്താന്നറിയോ? എന്ത്? ഒന്നുമില്ല അച്ഛാ, ഒന്നുമില്ല. എന്തൊരു സ്വഭാവം. വർക്ക് പ്രഷറാണ്, പിന്നെ മൂഡ് സ്വിംഗ്. ഒരു കാരണവും ഇല്ലാതെ കിടന്ന് ദേഷ്യം പെടുക, ചിരിക്കുക, അതിനൊക്കെ ഈ ഒരു ഗ്രൂപ്പിൽ പെടും. അയ്യോ അമ്മോയ്, അവള് മൂഡ് ഔട്ടായി. പോയി പോട്ടെ. എന്ത് കഷ്ടമെന്ന് പറ. അമ്മ എന്തിനാ അമ്മ ഇവിടെ മുഖം വീർപ്പിച്ചു വെച്ചോണ്ട് ഇവിടെ വന്നിരിക്കുന്നേ? അല്ല, മുഖം വീർപ്പിക്കാതെ ഞാൻ വീടിന് ചുറ്റും 4 റൗണ്ട് ഓടാം. ഓ അമ്മ ഒന്ന് വിട്. അച്ഛന്റെ വർക്ക് പ്രഷർ കൊണ്ട് കിടന്ന് എന്തെങ്കിലും പറഞ്ഞതായിരിക്കും. അച്ഛന്റെ വക്കാലത്തും കൊണ്ട് വന്നതാണോ? അല്ല, അമ്മ ഇങ്ങനെ മുഖം വീർപ്പിച്ചു വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിനും സോൾവ് ആവും. മക്കളെ, അമ്മ എന്തോ ചെയ്ത്? അമ്മ ഒന്നും ചെയ്തെന്നല്ല ഞാൻ പറഞ്ഞേ. ഈ മുഖം വലിച്ചു കെട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടാവോ? പറ. ഇത് ഞാൻ വിട്ടുകൊടുക്കൂല. അങ്ങനെ വിട്ടുകൊടുത്ത് എല്ലാരും കൂടെ വന്ന് ചെണ്ട കൊട്ടിക്കൊണ്ടിരിക്കെ തന്നെ എന്റെ തലയിൽ. വിട്ടു കൊടുക്കണ്ട. അച്ഛൻ വന്ന് സോറി പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ പ്രശ്നം തീരുമല്ലോ. ആര് സോറി പറയുന്നു? ഞാൻ ഇവിടുത്തെ മറ്റേ വേലക്കാരിയല്ലേ? നിങ്ങൾക്ക് തോന്നുമ്പോ ഭക്ഷണം ഉണ്ടാക്കി തരാ, ഓരോ കാര്യങ്ങൾ ചെയ്യാല്ലേ മാമ? മക്കളെ, ജീവിതമാകുമ്പം തട്ടിയും മുട്ടിയൊക്കെ പോവൂ. അതൊക്കെ നമ്മൾ ക്ഷമിച്ചങ്ങ് പോണം, അത്ര തന്നെ. എന്തോ മാമ ഈ പറയണേ? ഈ സമയത്ത് എന്നെ ഉപദേശിക്കാൻ നിൽക്കല്ലേ. മാമൻ എല്ലാരും കേട്ടതല്ലേ എന്നെ എന്തൊക്കെയാണ് പറഞ്ഞിട്ട് പോയെന്ന്. എന്നിട്ട് ഞാൻ ക്ഷമിക്കണോ? ഞാൻ എന്തായാലും അച്ഛനെ ഇപ്പൊ ഇവിടെ വിളിച്ചോണ്ട് വരും, സോറി പറയിപ്പിക്കും. എനിക്കൊരു സംശയം. എന്നെ അച്ഛൻ പറഞ്ഞു വിട്ടതാണോ? എന്റെ പൊന്നമ്മ, എല്ലാ കാര്യത്തിനും എന്തിനിങ്ങനെ സംശയിക്കുന്ന? ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് നേരെ എങ്ങോട്ടാ വന്നത്? അമ്മയുടെ അടുത്തല്ലേ വന്നേ. പിങ്കി അച്ഛൻ്റെ അടുത്ത് ഇരിപ്പുണ്ട്, ഞാൻ വിളിച്ചിട്ട് വരാം. എന്തായാലും ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഈ പ്രശ്നം പരിഹരിച്ചിട്ടേ ഇന്ന് ഈ വീട്ടിൽ എന്തെങ്കിലും ഭക്ഷണം ഞാൻ ഉണ്ടാക്കുള്ളൂ, കേട്ടല്ലോ? എന്തിനമ്മ വാശി കാണിക്കണം? ഞാനും കൂടി ഹെൽപ്പ് ചെയ്യാം, നമുക്ക് ഒരുമിച്ച് ഞാൻ ഉണ്ടാക്കണം. നീ ചെന്ന് നിന്റെ അച്ഛൻ്റെ അടുത്ത് പറ, രുചി മണോ ആയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരാം. ശരി, ഞാൻ അച്ഛൻ്റെ അടുത്തോട്ട് പോകുന്നു. മക്കളെ, ഞാൻ മാപ്പ് പറഞ്ഞിട്ട് അമ്മ അടുക്കളയിൽ കയറി പണിയുന്നു നിങ്ങൾ വിചാരിക്കണ്ട. എന്റെ പൊന്നച്ഛ, അച്ഛൻ പറഞ്ഞത് വളരെ മോശമായി പോയ അച്ഛാ, അല്ലേ ചേച്ചി? അച്ഛൻ എന്താണ് അമ്മ അടുത്ത് പറഞ്ഞത്? അടുക്കള ജോലി ചെയ്യേണ്ട കടമ അമ്മയ്ക്കാണെന്നല്ലേ? അതിലെന്തോ തെറ്റ്? എന്തോന്ന് തെറ്റ്? അതെ, ഭർത്താവിന് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം അമ്മയുടെ ജോലി തന്നെയാണ്. ഭർത്താവ് അടുക്കളയിൽ കയറി പണി ചെയ്യാൻ പാടില്ലെന്നേ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? അല്ല, നീ പറഞ്ഞിട്ട് കഴിഞ്ഞാൽ നീ അടുക്കള എന്തോ മലമറിക്കുന്ന പോലെയാണല്ലോ. മലമറിക്കല്ല, ഞാൻ അവിടെ തോട് കുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. തർക്കുത്തരം പറഞ്ഞാട്ട അവള് അതിന് ഭയങ്കര മിടുക്കാണ്.
അല്ല ഈ മിടുക്ക് നീ ഭക്ഷണം ഉണ്ടാക്കണതിൽ കാണിക്കാത്ത എന്ത്? മോണി ഞാൻ ഒരു കാര്യം പറയാം, നീ ഇവിടെ ചെയ്യണ പണിയല്ല ഞാൻ ചെയ്യാം. എന്റെ പണി നിനക്ക് ചെയ്യാൻ പറ്റുമോ? നീ ഒരാഴ്ച ചെയ്യുന്ന പണി ഞാൻ ഒരു ദിവസം കൊണ്ട് ഇവിടെ ചെയ്യാം, അറിയോ? രവിയേട്ടാ, എല്ലാ പണിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. എല്ലാ പണിക്കും അതിന്റെ ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ എല്ലാ പണിയും ഒരുപോലെയല്ല, അത് നീ മനസ്സിലാക്കിയാൽ മതി. ഒരു ദിവസത്തെ പണി ഇവിടെ ചെയ്തു നോക്കണം മൊത്തത്തിൽ, അപ്പൊ അറിയാം അതിന്റെ ബുദ്ധിമുട്ട് എന്താന്ന്. ശരി, ഒരു കാര്യം ചെയ്യാം, രവിയുടെ ഇവിടെ കഷ്ടപ്പെട്ട് ചെയ്യണ പണി ഞാൻ ചെയ്യാം. എന്ത് പറയുന്നു? എന്തോന്ന് വെല്ലു വിളിക്കണം നീ? ഉണ്ടോ? എന്തോന്നൊക്കെ പറയണ നിങ്ങള്? കഴിഞ്ഞോ നിങ്ങളുടെ വെല്ലുവിളി കഴിഞ്ഞോ? ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും? അല്ല, ഞാൻ ചെയ്യാം. എന്റെ പേര് പാറവിള വീട്ടിലെ രവീന്ദ്രൻ എന്നാണ്, മനസ്സിലായ? ഞാൻ ചെയ്യാം നിന്റെ പണികളൊക്കെ, നീ ഇത് ചെയ്യും. അപ്പൊ ഇനി മൂലം നീ ബാങ്കിൽ പോവോ? അങ്ങനെ ഞാൻ പറഞ്ഞില്ല. ഇവിടെ വീട്ടില് ലീവ് എടുത്തിരുന്ന് ചെയ്യുന്ന പണി ചെയ്യാന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. വെല്ലുവിളിയൊക്കെ ഓക്കെ, അമ്മയ്ക്ക് ഈ ഓഫീസിൽ പണി വല്ല അറിയാവോ? അല്ല, അത് ഞാൻ പറഞ്ഞു കൊടുക്കാം, നീ ചെയ്യുമല്ലോ. ഇതാ നോക്ക്, ഇത് കണ്ട, ഇത് 6 മാസത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് മൊത്തം ഇതുമായിട്ട് വെരിഫൈ ചെയ്യണം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇതിൽ അഡ്രസ്സുകളുണ്ട്, ഈ അഡ്രസ്സുകളെല്ലാം ചെക്ക് ചെയ്യണം. കുറച്ചൊന്നും അല്ല മണി, ആ എല്ലാ അഡ്രസ്സും ചെയ്യിക്കണം. അതുപോലെ ഇതിൽ കുറെ പേപ്പേഴ്സ് ഇത് ഞാൻ സൈൻ ചെയ്തിട്ടുണ്ട്, സീലും വെച്ചിട്ടുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് നോക്കിയിട്ട് കവറിൻ്റെ അകത്ത് ഇൻസേർട്ട് ചെയ്യണം. പിന്നെ ഇഷ്യൂഡ് ലോണിന്റെ കാര്യമുണ്ട്, അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇത്രയും നീ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്. ഇതൊക്കെ ഞാൻ 4 ദിവസം കൊണ്ട് ചെയ്യും. നിനക്ക് എത്ര ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റും? നീ ചെയ്ത് കാണില്ലേ? രവിയേട്ടന്റെ കണക്കിൽ ഞാൻ 7 ദിവസം കൊണ്ട് ചെയ്യുന്ന പണിയൊക്കെ രവിയേട്ടൻ 1 ദിവസം കൊണ്ട് തീർക്കുമല്ലോ. അപ്പൊ രവിയേട്ടൻ 4 ദിവസം കൊണ്ട് തീർക്കണ പണി ഞാൻ എത്ര ദിവസം കൊണ്ട് തീർക്കുന്നതാണ് കണക്ക്? 28 ദിവസം. ശ്രമിക്കാം ഞാൻ ചെയ്ത് തീർക്കാൻ. നീ ചെയ്ത് കാണില്ലേ? കാണിക്കാം. കഴിഞ്ഞല്ലോ, നിങ്ങൾ തമ്മിൽ ഒരു ഒത്തുതീർപ്പായല്ലോ. അപ്പൊ ഇതിൽ ആരാണോ തോക്കുന്നത് അവര് സോറി പറയണം. ഞാൻ എന്തിനു സോറി പറയണം? അതിന് ഞാൻ എന്ത് തെറ്റ് ചെയ്തു മക്കളെ? നീ എന്തിനു പറയണമെന്നാ? എടി, നീ നല്ല ഭക്ഷണം ഭർത്താവിന് ഉണ്ടാക്കി കൊടുത്തില്ല, അതിന് സോറി പറയണം. ഓഹോ, അതിന് ശരി. നീ ചെയ്. 4 കറിയും കുറച്ച് ചോറും ഉണ്ടാക്കണ പോലെയാണെന്നാണ് വിചാരം. നീ ചെയ്ത് കാണില്ലേ? ചെയ്യുന്നതൊക്കെ കൊള്ളാം, തെറ്റൊന്നും വരില്ല. അവസാനം ഞാൻ ജയിലിൽ കിടക്കേണ്ടി വരല്. ചാത്തി എവിടെ വെച്ചിരിക്കും? അരിയിട്ടില്ല. ചൊറിയുന്ന ചേനയും തുണിയെടുത്ത് കെട്ടട്ടെ. ഇതെന്ത് വിളമ്പി കഴിക്കാത്തത്? അമ്മ ഞങ്ങക്ക് വിളമ്പി തരും, അതുപോലെ അച്ഛനും ചെയ്യണം. എല്ലാം പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്, ഒന്നുമില്ല. ഇത്ര ഇടുള്ളൂ, ഇങ്ങോട്ട് കൊണ്ടുപോവാ.
ആമാ വെന്തില്ല. അച്ഛാ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം കൂടെ എടുത്തോണ്ടല്ലോ. ദാണ്ടല്ലേ മക്കളെ. അല്ല ഈ ചോറുണ്ടല്ലോ കുതിർത്ത് തിന്നെ ഇറക്കാൻ പറ്റുന്നുള്ള. അതെ, ഈ ക്ലൈമറ്റിന് കുറച്ച് വേഗാത്ത ചോറ് വേണം കഴിക്കാൻ. അത് ചെറുതായിട്ട് പച്ചക്കറി അരിച്ചപ്പോ ഒന്ന് മുറിഞ്ഞത്. സൂക്ഷിച്ചൊക്കെ ചെയ്യണ്ടേ അച്ഛാ? എനിക്കറിയാം. എല്ലാം അവക്ക് ആദ്യം. നീ കൂടുതൽ കഴിക്ക്, നല്ല ടേസ്റ്റ് ഉണ്ട്, നോക്ക്. അച്ഛാ ഒരു സ്പൂണ് ഇതെന്താ അച്ഛാ ഉറുമ്പിന് കൊടുക്കണ? ഇത് ഞാൻ ഉണ്ടാക്കി വെച്ച സാമ്പാറില്ലേ ഇന്നലെ? ഇന്നലെ നീ സാമ്പാർ ഉണ്ടാക്കിയോണ്ട് ഇന്ന് ഞാൻ വേറെ ഉണ്ടാക്കിയില്ല. അപ്പൊ ഈ ഒറ്റ കറിയേ ഉള്ളൂ അല്ലേ? അതെ, ഇനി എന്തെങ്കിലും വേണമെങ്കിലേ വൈകുന്നേരം അത്താഴത്തിന് കാര്യമായിട്ട് ഉണ്ടാക്കി തരാം. പരിഹരിച്ചാ മതി. അത് മതി. 7 ദിവസത്തെ പണി ഒറ്റ ദിവസം കൊണ്ടൊക്കെ എടുക്കുമെന്നാണ് അച്ഛൻ വാചകം പഠിച്ചത്. ഇപ്പൊ ഒന്നും ഇല്ല തിന്നെ. ഇപ്പൊ ഇരുന്ന് കഴിക്ക്, വൈകുന്നേരം ചെയ്തു തരാം. പിന്നെ ചപ്പാത്തിയും ചിക്കനും മതിയാ വൈകുന്നേരം? മതിയോ മാമ? മതിയടാ മതി. പോരെ? ഓ കഴിച്ചാ മൊത്തം കഴിക്കത്തുമില്ല, ബാക്കി വെച്ചേക്കും. അച്ഛാ അമ്മ എന്നേ തറയൊക്കെ തുടയ്ക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. അച്ഛാ എന്റെ 18 വർഷത്തില് ഇന്നേ വരെ ഈ അടുക്കള ഇത്രയും വൃത്തിയില് ഞാൻ കണ്ടിട്ടില്ല. സൂപ്പർ ആയിട്ടുണ്ട്. അത് ഞാൻ ഈ പണിയെല്ലാം കഴിയുമ്പം അവിടെയൊക്കെ ക്ലീൻ ചെയ്യും. കണ്ടുപിടിക്കാൻ വന്നിരിക്കുന്നു, ക്ലീൻ ആയിട്ടില്ല പോലും ഇതുവരെ. പറഞ്ഞു വിടണായിരിക്കും, അച്ഛ അവിടെ എന്ത് ചെയ്യണം നോക്ക് എന്ന് പറയാനായിട്ട്. പോയ ഇതൊരു പൊടിയായത്. അതങ്ങനെ ചവിട്ടി തൂക്കുകയല്ലേ. ഡി മണി, ഞാൻ തുടച്ചോണ്ടിങ്ങനെ കണ്ടില്ലേ? അതിന്റെ ഇടയിൽ കൂടെ തന്നെ കയറി പോണോ? അതെ, സ്പീഡിലൊക്കെ നടന്നു പോകുമ്പോ അത് ശ്രദ്ധിച്ചു എന്ന് വരൂല. സോറി. മനഃപൂർവ്വമാണിത് എന്നെ കൊണ്ട് പണിയിപ്പിക്കാനായിട്ട്. തുടച്ചോടത്തൂടിയൊക്കെ ചവിട്ടിക്കൊണ്ട് പോയി. എന്നെ തോപ്പിക്കാന്നാണ് വിചാരം. കണ്ടില്ലേ? തുലാമാസമാണ്, ചിലപ്പോ മഴ പെയ്യും. മുകളിൽ തുണിയാ വല്ലതും നനച്ചിട്ടിട്ടുണ്ടെങ്കിൽ പറക്കി അകത്ത്. അതും ഞാൻ തന്നെ ചെയ്യണമല്ലോ. എന്താടാ ഞാൻ എടുത്തിട്ടോളാന്ന്. എല്ലാം കൂടെ ഇറങ്ങിയിരിക്കണേ, കച്ച കെട്ടി എന്നാകും. അയ്യോ, ഉണങ്ങിയില്ലേ? മഴയും പറഞ്ഞു, ഇനിയിപ്പോ അത് കിടന്ന് ഉണങ്ങിയാ മതി. അല്ല, ഈ ഉണ്ണിമാമന് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൽ ജോലി ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം മഴ ഉണ്ടാവുമെന്ന് പറഞ്ഞു. ആ മഴയും പറഞ്ഞു. തളന്നു. ഇവിടെ കിടക്കണണ്ടില്ലേ? ഇപ്പൊ തന്നെ മണി 11 ആയി.
ഇനി ഇതൊക്കെ കഴുകി എത്ര സമയം പിടിക്കും? മണിയെ സമ്മതിക്കണം. അവൾ ഒറ്റയ്ക്കാണ് ഈ പണി എല്ലാം ചെയ്യുന്നത്, അതും നിമിഷ നേരം കൊണ്ട്. മക്കളെ ശരിക്കും നിങ്ങൾ അച്ഛൻ പെട്ട് കേട്ടാ. സത്യം, അഭിമാനം കാരണമേ തോൽവി സമ്മതിക്കുന്നില്ല. പക്ഷെ അപ്പു അമ്മ ഫുൾ എൻജോയ്മെന്റ് മോഡിലാണ് കേട്ടാ. പാട്ടൊക്കെ കേട്ട് ചിൽ വൈബ്. ഇന്ന് രാവിലെ അവന്റെ വിരൽ മുറിഞ്ഞെന്ന് പറഞ്ഞിട്ട് ആ രണ്ടാമത്തെ വെള്ളം ഇപ്പൊ ഇനി 5 വെള്ളം ബാൻഡേജ് ഇടേണ്ടി. പാവം. അതല്ല ഞാൻ ആലോചിക്കുന്നത്, ഇവൻ ഈ 4 ദിവസം എങ്ങനെ പിടിച്ചേക്ക്? എന്തോ അമ്മ കറിഞ്ഞൂടെ. അമ്മ എന്ത് ചെയ്യണം ഞാൻ ഒന്ന് നോക്കിട്ട് വരട്ടെ. പോയിട്ട് വാ. ക്ഷീണിച്ച് വരെ ഓരോരോ അവസ്ഥകള് ഇങ്ങനെ ഇരുന്ന മനുഷ്യനെ വരും. മാമ, 2 പെമ്മക്കളുടെ അച്ഛന്റെ അവസ്ഥ കണ്ടാ? ഡേയ് നോക്ക്, ഈ അടിച്ചു കാരണതേ രാവിലെ തന്നെ അല്ല, ഇപ്പോഴല്ല. നീ രാവിലെ എണീറ്റ് ചെയ്യാത്തുണ്ട്. രാവിലെ വേറെ പണികളായിരുന്നില്ലേ? ഓ അച്ഛാ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടാ. അച്ഛൻ്റെ അടുത്ത് ബെറ്റ് വെക്കാനേ ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞ? ഞാനാ പറ്റിച്ചു, അവളല്ലേ? എന്തോന്ന്? അല്ല, അപ്പോഴത്തെ സിറ്റുവേഷനിൽ അങ്ങനെ ബെറ്റ് വെച്ച് പോയി. സിറ്റുവേഷൻ അതെ. അമ്മ നേരത്തെ പണിയൊക്കെ ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ അച്ഛൻ നാണം കെട്ട് നാറും. അതുകൊണ്ട് പെട്ടെന്ന് ഇവിടുത്തെ പണിയൊക്കെ ഷടപടേന്ന് പറഞ്ഞു തീർന്നു. എന്റെ പണിയൊക്കെ ഞാൻ തീർക്കും, അതൊക്കെ എനിക്കറിയാം. പിന്നെ അവൾ അവിടെ വല്ലതും ചെയ്യണ? അവളുണ്ടല്ല, ഹെഡ്സെറ്റും വെച്ച് പാട്ടും കേട്ടോണ്ട് തേരെ പാര നടക്കണം അവിടെ. എന്റെ പണിയൊക്കെ ഞാൻ തീർക്കും. ഇനി കുറച്ചുകൂടി പണിയുണ്ട് മാമ. ഞാൻ തോറ്റു കൊടുക്കുന്ന ആരും വിചാരിക്കണ്ട. മാപ്പ് പറയും, കാണാം. ഉള്ള കിളിയും കൂടെ പോയെന്നാണ് തോന്നണത്. കഷ്ടം. മടുത്താന്ന്? ആര്? ഞാനാ? എന്തൊന്നും മടുക്കാൻ? മടുത്തില്ലല്ലേ? ഞാൻ മടുത്തു. ഞാൻ മടുത്തോന്നു. എനിക്കെങ്ങനെ ചെയ്യാൻ വയ്യത്? ചെയ്യാൻ വയ്യ? ഞാൻ പറഞ്ഞാ എന്റെ അടുത്താണ് കളി, നിന്നെ കൊണ്ടൊന്നും പറ്റൂലെന്ന് ഞാൻ പറഞ്ഞായിരുന്നാ? മടുത്തല്ലേ? കളിച്ചുതരാം മക്കളെ. റിങ്കി പിങ്കി ശരിയാക്കി തരാടി മക്കളെ. മോളെ, മാമ, ഉണ്ണിയോമ, വാ ഇങ്ങോട്ട് വാ. എന്താ ചെയ്യാൻ ഇങ്ങോട്ട് വാ. ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ ഇവളെ കൊണ്ടൊന്നും പറ്റൂലെന്ന്. മാമ, അവള് സമ്മതിച്ച്. എന്ത് സമ്മതിച്ച്? തോൽവി സമ്മതിച്ചെന്ന്. മണി, അവളെ കൊണ്ട് ഈ പണിയൊന്നും പറ്റില്ല. മണി, നീ ആ ലാപ്ടോപ്പ് എടുത്തിട്ടെങ്കിൽ വാ. ഞാനേ എന്നെ ഏൽപ്പിച്ച എല്ലാ പണിയും വൃത്തിയായിട്ട് ചെയ്ത് കണ്ടാ. കൊണ്ടുവാ, കാണിച്ചതാ. തുറന്നേ മോളെ. കൈ കുഴപ്പമൊന്നുമില്ല, കൈയൊക്കെ ഞാൻ നോക്കളാം. പുള്ളിനട വീട്ടിലെ മണിക്കുട്ടി ചെയ്ത പണികൾ കാണണ്ടേ? അവള് വെല്ലു വിളിക്കുന്നു. ഇരിക്കണം, എന്തറിയുമോ, കാണണം ചെയ്ത പണികൾ. ഇതൊക്കെ നിസ്സാര കാര്യമല്ല, 4 കറി ഉണ്ടാക്കണ പോലെയല്ല ബാങ്കിലെ കാര്യം. ചെയ്തോ? ചെയ്തോ? മൊത്തം ചെയ്തോ? മുഴുവനും ചെയ്തു. ഞാനിത് ഇന്നലെ ചെയ്ത് തീർത്തതാ. ഇന്നലെ? എല്ലാവർക്കും ഒരു വിചാരമുണ്ട് ഞങ്ങളെ കൊണ്ടേ, ഈ പെണ്ണുങ്ങളെ കൊണ്ട് അടുക്കള പണി മാത്രമേ പറ്റുള്ളൂ എന്ന്. അവസരം കിട്ടിയാൽ എന്തും ചെയ്യാൻ പറ്റും. രവിയേട്ടനെ അറിയാന്നുള്ള കാര്യമാണ്. എനിക്ക് പണ്ട് ബാങ്കിൽ ജോലി കിട്ടിയതാണെന്ന്. അത് വേണ്ടെന്ന് വെച്ചാൽ എന്തുകൊണ്ടാ? മക്കളെയും രവിയേട്ടന്റെ കാര്യമൊക്കെ ആലോചിച്ചിട്ട്.
പിന്നെ വെല്ലുവിളിയായിട്ടൊന്നും ഏറ്റെടുത്തൊന്നുമല്ല. എന്നെ വല്ലാണ്ട് ഇറങ്ങി ചൊറിഞ്ഞപ്പോൾ തിരിച്ചൊരു രീതിയിൽ പ്രതികരിക്കണം എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഞാനിത് വാശിയായിട്ട് ഏറ്റെടുത്തത്. അതൊക്കെ വിട്ടു കളഞ്ഞു കേട്ടോ. അല്ല മണി, എന്നാലും നീ ഇതെങ്ങനെ ചെയ്ത്? അതൊക്കെ ഒരു ട്രിക്കാണ്, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഓഹോ, അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ ഒന്നായി, നമ്മള് പുറത്ത്. മണി, അതെ, എന്റെ പേരിലും തെറ്റുണ്ട്. ഞാൻ ശരിക്ക് ഒരാഴ്ച ലീവ് എടുത്ത് നിങ്ങളുടെ കൂടെയൊക്കെ ഇരിക്കാനാണ്. അപ്പൊ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞ് ഈ വർക്കൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞപ്പം പെട്ടെന്ന് അതിന്റെ ഒരു ദേഷ്യവും വന്നിട്ടാണ് ഞാൻ ഇങ്ങനെ പെരുമാറിയത്. നീ എന്നോട് ക്ഷമിക്കും മണി. സോറി ഒന്നും പറയണ്ട, എനിക്ക് കാര്യമൊക്കെ മനസ്സിലായി. പിന്നെ വല്ലാണ്ടങ്ങ് വെല്ലുവിളിച്ചപ്പോഴത്തേക്കും അത് ഏറ്റെടുക്കണം എന്ന് എനിക്കും തോന്നി. എല്ലാ പ്രാവശ്യവും ക്ഷമിച്ചാൽ പറ്റൂലല്ലോ. ചില സമയത്ത് നമ്മൾ നമുക്ക് വേണ്ടിയിട്ടൊന്ന് പ്രവർത്തിക്കണ്ടേ. അതുകൊണ്ട് മാത്രമാണ്. വിട്ടേക്ക്, കുറെ കഷ്ടപ്പെട്ടല്ലേ. കഴിഞ്ഞിട്ട് മുറിഞ്ഞ് കുഴപ്പമില്ല, ചെറിയ മുറിവേ ഉള്ളൂ. വലിയ കുട്ടിയാകുമ്പോൾ മാറിക്കോളൂ കേട്ടോ. ഇന്നലെ നമ്മുടെ കോമ്പറ്റീഷൻ ഒക്കെ കഴിഞ്ഞില്ലേ? ഒരു കാപ്പി ഇട്ടെ. കാപ്പി ഒരു കാര്യം ചെയ്യ്, നീ എവിടെ ഇരി, നിനക്ക് നല്ലൊരു അടിപൊളി കാപ്പി ഞാൻ ഇട്ടുകൊണ്ട് വരാം. നമുക്ക് ഒരുമിച്ച് പോയിട്ട് കാപ്പിടാം. വാ. അതോളാം. നിന്നെ സമ്മതിച്ചു മണി. എന്നാലും പിങ്കിക്ക് കടിക്കാനും കൂടിയേ.